ആരാണ് ഇബ്നു അബ്ബാസ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പല തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലിംഹു തഅവീൽ, അല്ലാഹുവേ നീ ഇബ്നു അബ്ബാസിന് ഖുർആനിൻ്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കണമേ. മറ്റൊരിക്കൽ അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഇബ്നു അബ്ബാസിന് നീ ദീനിൽ അവഗാഹം നൽകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ലഭിച്ച സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ എന്നറിയപ്പെടുന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ത്വായിഫിൽ കാണാൻ സാധിക്കുന്ന കവാടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ തന്നെയാണ് മഹാനുഭാവന്റെ ഖബറിടവും ദർസ് നടത്തിയ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അറിവിന്റെ അലകടലായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ഖുർആനിന്റെ അനന്തലോകത്തേക്ക് കൈപ്പിടിച്ച് അനയിച്ച വിഖ്യാത ഖുർആൻ വ്യാഖ്യാതാവ്, റഈസുൽ മുഫസ്സിരീൻ, ഫഖീഹുൽ അസ്ർ, ഇമാമു തഫ്സീർ തുടങ്ങിയ സ്ഥാനപ്പേരുകളുടെ ഉടമ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യപുത്രൻ, അളക്കാനാവാത്ത അറിവിന്റെ സാഗരം. ഇങ്ങനെ തുടങ്ങുന്നു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങൾ. ധാരാളം കിതാബുകളുടെ രചയിതാവ് കൂടിയായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ലൈബ്രറിയാണ് നമ്മൾ ഈ കാണുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിയായ സ്നേഹവും ഗുരുഭക്തിയും തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇത്ര വലിയ പണ്ഡിതനാക്കിയത്. അല്ലാഹു തആല മഹാനുഭാവന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. إني ألقى الإناس في صومي وصلاتي ودعائي للرحمن وجميع الطاعات. في صومي وصلاتي ودعائي للرحمن وجميع الطاعات. إني ألقى الإناس في صومي وصلاتي ودعائي للرحمن وجميع الطاعات. هل لي من الرحمن فيضا من البركات أنجو من النيران ومخاطر الدركات. هل لي من الرحمن فيضا من البركات أنجو من النيران